ചില സ്ഥലങ്ങൾ വെറും സ്ഥലങ്ങളല്ല, അവിടെ കാലം നിശബ്ദമായ ചില കഥകൾ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഈ ഗ്രാമത്തിലെ ആൽമര ചുവട്. 4 ദിക്കുകളിൽ നിന്നും വരുന്ന ചെറിയ വഴികൾ ഒത്തുചേരുന്ന ഒരിടം. അവിടെ എല്ലാവരും എത്തിച്ചേരുമായിരുന്നു. ഈ ഗ്രാമത്തിൽ സാധാരണക്കാരും ഉണ്ടായിരുന്നു, കർഷകരും അധ്യാപകരും ചെറിയ ജോലിക്കാരും. പക്ഷേ കാലം മാറിയപ്പോൾ നഗരത്തിൽ നിന്നുള്ളവരും അവിടേക്ക് വന്നു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ, വലിയ സ്ഥാനങ്ങളിൽ എത്തിയവർ. അവർക്ക് അറിവുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, വിജയമുണ്ടായിരുന്നു. കാലം മാറി. കൃത്രിമ ബുദ്ധിയുടെ കാലം വന്നു. ഒരു വിരൽത്തുമ്പിൽ ലോകത്തെ അറിയാൻ കഴിയുന്ന കാലം. നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും എളുപ്പമായി. ചില മേഖലകളിൽ മനുഷ്യന്റെ ജീവിതം കൂടുതൽ സൗകര്യപ്രദമായി. പക്ഷേ അതിനൊപ്പം എല്ലാം അറിയാൻ കഴിയുമ്പോഴും എന്തുകൊണ്ടോ ജീവിതം തന്നെ ചിലപ്പോൾ ശൂന്യമായി തോന്നുന്നു. പുറത്തുള്ള ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ വളരെയധികം പഠിച്ചു. പക്ഷേ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ നമ്മൾ മറന്നുപോയോ? ആദ്യമൊക്കെ അവിടെ എത്തിയിരുന്ന മുഖങ്ങളിൽ ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. പുറത്ത് എല്ലാം നേടിയവരുടെ മുഖങ്ങൾ, പക്ഷേ ഉള്ളിൽ എന്തോ നഷ്ടപ്പെട്ടവരുടെ മുഖങ്ങൾ. ചിലർ നിശബ്ദരായിരുന്നു, ചിലരുടെ കണ്ണുകളിൽ ക്ഷീണമുണ്ടായിരുന്നു, ചിലർ ചിന്തകളിൽ മുങ്ങിയിരുന്നു. ജീവിതത്തിൽ തോറ്റതുകൊണ്ടല്ല, എല്ലാം ഉണ്ടായിട്ടും എന്തോ കുറവുണ്ടെന്ന ഒരു തോന്നൽ കൊണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ അദൃശ്യമായ ഭാരങ്ങളുമായി ആ ആൽമരത്തിന്റെ തണലിലേക്ക് എത്തിയിരുന്നു. ആർക്കും മറ്റാരോടും ഒന്നും പറയാനില്ലായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ച് നിമിഷങ്ങളെങ്കിലും ഈ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി ഒന്ന് ശാന്തമായി ഇരിക്കാൻ. അങ്ങനെ ഓരോ ദിവസവും അവർ ഓരോരുത്തരായി ആ ആൽമരച്ചുവട്ടിൽ ഒത്തുകൂടി. ആരും ആരുടെയും മതം നോക്കിയില്ല, ആരും ആരുടെയും പദവി നോക്കിയില്ല. അവിടെ എല്ലാവരും ഒരുപോലെയായിരുന്നു. ആദ്യം അവർ അറിയാതെ കണ്ണടച്ചപ്പോൾ മനസ്സിൽ 1000 ചിന്തകൾ ഉണ്ടായിരുന്നു. പഴയ ഓർമ്മകൾ, നാളെയുടെ ആശങ്കകൾ, പറയാനാകാത്ത ചോദ്യങ്ങൾ ഒക്കെ. ആദ്യം അത് കുറച്ച് നിമിഷങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ പതിയെ ഇലകളുടെ ശബ്ദവും കാറ്റിൻ്റെ സ്പർശവും സ്വന്തം ശ്വാസത്തിൻ്റെ താളവും അവർ കേൾക്കാൻ തുടങ്ങി. അവരുടെ ഉള്ളിൽ മറന്നുപോയ ഒന്നിനെ കണ്ടെത്തുകയായിരുന്നു. ഓരോ ദിവസവും വൈകുന്നേരം വീണ്ടും ആ ആൽമരച്ചുവട്ടിൽ ആ ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. നാളുകളായി മനസ്സിൽ കെട്ടിക്കിടന്നിരുന്ന ഭാരങ്ങൾ പതിയെ കുറഞ്ഞു. അറിയാതെ തന്നെ മുഖങ്ങളിൽ പുഞ്ചിരി തിരിച്ചു വന്നു. മനസ്സിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ അനുഭവം അവർ കണ്ടെത്തി. അവരുടെ ഉള്ളിൽ മറന്നുപോയ ഒന്നിനെ കണ്ടെത്തുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ ജീവിതം മാറിയില്ല, പക്ഷേ ജീവിതത്തെ കാണുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ മാറി. ഒരു പുതിയ നിശബ്ദതയെ അവർ അനുഭവിക്കാൻ തുടങ്ങി. ആ അനുഭവത്തിന്റെ ആഴം അവർ ശരിക്കും തിരിച്ചറിഞ്ഞത് 1-2 ആഴ്ചകൾക്ക് ശേഷമല്ല, മാസങ്ങൾ കടന്നുപോയപ്പോഴായിരുന്നു. ആ ആൽമരച്ചുവട്ടിൽ ദിവസവും ഒത്തുകൂടിയിരുന്നവർ ഒരു ദിവസം ഒരു കാരണമില്ലാത്ത സന്തോഷത്തിൽ ഒരുമിച്ച് ചിരിച്ച്, ഒരുമിച്ച് പാടി, ഒരുമിച്ച് ആനന്ദത്തോട് നൃത്തം ചെയ്തു. അന്ന് അവർ മനസ്സിലാക്കി, ഇത് വെറും കണ്ണടച്ചിരുന്നതിൻ്റെ ഫലം മാത്രമല്ല, പ്രകൃതിയോടും നിശബ്ദതയോടും പരസ്പരം ഉള്ളിലെ സ്നേഹത്തോടും ഒന്നിച്ചപ്പോൾ ഉണ്ടായ ഒരു പുതിയ അനുഭവമായിരുന്നു. അത് എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചെങ്കിലും ഓരോരുത്തരും അതിനെ അനുഭവിച്ചത് അവരവരുടെ ഉള്ളിൽ നിന്നായിരുന്നു. ആ ദിവസം ആ ആൽമരച്ചുവട്ടിൽ പിറന്നത് ഒരു സാധാരണ സന്തോഷമല്ലായിരുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ഒരു വേറിട്ട അനുഭവമായിരുന്നു അത്. നമ്മൾ വേറിട്ടവരല്ല, ഒരേ ജീവന്റെ ഭാഗങ്ങളാണെന്ന ഒരു അനുഭവം.